ഹേ ഗൈസ്, അപ്പോൾ കുറേ നാൾക്ക് മുന്നേ ഒരു വീഡിയോ ആയിട്ട് മുങ്ങിയതിന് ശേഷം ഞാൻ പിന്നെയും ഒരു വീഡിയോ ആയിട്ട് ഇത് പൊങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇന്ന് ഞാൻ പിന്നെയും കോളേജിൽ പോവാണ്. ഞങ്ങളുടെ ഫെയർവെൽ. ഓക്കെ, അപ്പോൾ ഫെയർവെല്ലിന്റെ വിശേഷങ്ങൾ ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. ഇനി ഞാൻ എന്തായാലും വോയിസ് ഓവറേ എടുക്കുള്ളൂ, കാരണം 2-3 വീഡിയോ ഒക്കെ എടുത്ത് പരിചയമുണ്ടെങ്കിലും ഇപ്പോഴും എനിക്ക് ആ സോഷ്യൽ ആൻസൈറ്റി, എന്താ ഈ റോട്ടിൽ ഇറങ്ങിയിട്ട് ഹലോ ഗൈസ് ഒക്കെ പറയുമ്പോൾ നാട്ടുകാരെന്ത് വിചാരിക്കുന്നുള്ള തോന്നൽ ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോളേജിൽ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ അതിന് വോയിസ് ഓവറും കൊടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മളങ്ങനെ കോളേജിലെത്തിയിട്ടുണ്ട്. കോളേജിലെത്തിയപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ദൂരെ നിന്നുള്ളവരൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ മേളിൽ ഹാളിൽ, പരിപാടി നടക്കുന്ന ഹാളിലാണ് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ടീച്ചേഴ്സും ജൂനിയേഴ്സും ഒക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ജൂനിയേഴ്സിൻ്റെ വകയായിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ബർസാറാച്ചിൻ്റെ വകയായിട്ടൊരു ടോക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യമേ തന്നെ നമ്മുടെ മെമ്മറി ഷെയറിംഗ് ആയിരുന്നു. അപ്പോൾ ഞാനും നമ്മുടെ MCA ലൈഫിലെ മെമ്മറീസൊക്കെ ഷെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജൂനിയേഴ്സിൻ്റെ വകയായിട്ടുള്ള പണിയായിരുന്നു. കാരണം ഫ്രഷേഴ്സ് ഡേക്ക് അവർക്ക് കൊടുത്ത പണി നമുക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു തരുന്നതാണല്ലോ ഈ ഫെയർവെൽ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഒരാശ്വാസം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഫെയർവെല്ലിന് കൊടുത്തേക്കൂട്ട് പണിഷ്മെൻ്റ് ഒന്നും തന്ന്, അധികം പണിഷ്മെൻ്റ് ഒന്നും ഇവർ ബുദ്ധിമുട്ടിച്ചില്ല. ഞങ്ങളോട് സ്നേഹം കൂടിയതുകൊണ്ടാണ് അതോ സമയക്കുറവുകൊണ്ടായിരുന്നു എന്ന് അറിയത്തില്ല. അതാണ് അധികം പണിഷ്മെൻ്റ് ഒന്നും ബുദ്ധിമുട്ടിച്ചില്ല. എന്താണെങ്കിലും കൊള്ളായിരുന്നു, ഗെയിംസൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയത് ഈ ബലൂൺ ചോട്ടി പൊട്ടിക്കില്ലായിരുന്നു. വാശിയേറിയ മത്സരത്തിനോടിൽ അവസാനം 2 പേരെ വിജയമായിട്ട് പ്രഖ്യാപിക്കേണ്ടി വന്നു. അവർ അത്രയും കട്ടയ്ക്ക് നിന്നു. പിന്നെ സീനിയേഴ്സിൻ്റെ വകയായിട്ട് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഭാമ ഭദ്രി, ഇവർ ട്വിൻസാണ്. കലാലയ ജീവിതത്തിലെ മികവാർന്ന പ്രകടനങ്ങൾക്കല്ല ഈ അവാർഡ് ലഭിച്ചത്, പിള്ളേരുടെ വകയായിട്ടുള്ള പണിയായിരുന്നു. അങ്ങനെ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു അവാർഡ്. ഇൻഫ്ലുവൻസർ എന്നുള്ള അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. എന്താണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. ഒരു അവാർഡെങ്കിലും കിട്ടിയല്ലോ, സന്തോഷം. അങ്ങനെ അവാർഡ് ദാനമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ലാസ്റ്റ് ഗെയിം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതിന് നല്ലൊരു പണിഷ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് കാണാൻ രസമാണ്. അപ്പോൾ ഹോളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സീക്രട്ട് ആലി കാണാൻ പോകും. സീക്രട്ട് ആലി എന്ന് പറയുന്നത് മനസ്സിലായില്ല, നമ്മുടെ ഹൃദയ മൂവിയിൽ ട്രെൻഡിങ് ആയുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഒരു സീക്രട്ട് ആലി. MCA ലൈഫിലെ കുറേ നല്ല മൊമെൻറ്റ്സ്, 2 വർഷത്തെ കുറച്ചധികം മൊമെൻറ്റ്സ് ആ ഒരു എന്താ പറയുക, ആ ഒരു റൂമിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കുറേ നല്ല ഫോട്ടോസ് ഇങ്ങനെ അവരിങ്ങനെ നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അവരവരുടെ ഫോട്ടോ ഒക്കെ തപ്പി കണ്ടുപിടിക്കുന്ന ഒരു തിരക്കിലായിരുന്നു. എനിക്കും കിട്ടി 2 ഫോട്ടോ, ഞാനതെങ്കിലും പറിച്ചുകൊണ്ട് പോന്നു കേട്ടോ. 2 വർഷക്കാലം പെട്ടെന്ന് ഒരു 15 മിനിറ്റിനുള്ളിൽ ഇങ്ങനെ മുന്നേ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ജോസ് ചേച്ചി 10th റാങ്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു MG യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് കുറച്ചധികം മെമ്മറീസൊക്കെ അയവർക്കിയതിന് ശേഷം ഞാൻ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ.